ഇപ്പോൾ നിതിൻ സേവർ കൂടി തുടരുകയാണ്. നിതിൻ, താരങ്ങളുടെ വീട്ടിൽ നിന്നാണല്ലോ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ഈ പരിശോധന നടക്കുന്ന സമയത്തൊക്കെ ദുൽഖർ ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ അവിടെ വീട്ടിലുണ്ടായിരുന്നോ? നിലവിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ തന്നെയാണോ കസ്റ്റംസ് ഒരുങ്ങുന്നത്? അമിത്കാളിക്കലിന്റെ വീട്ടിൽ മാത്രമാണ് നടൻ വീട്ടിലുണ്ടായിരുന്നത്. ദുൽഖർ സൽമാനും പൃഥ്വിരാജും വീട്ടിലുണ്ടായിരുന്നില്ല. ദുൽഖറിന്റെ വീട്ടിൽ നിന്നും തമിഴ്നാട് രജിസ്ട്രേഷൻ ലാൻഡ് റോവർ ഇപ്പോൾ കസ്റ്റംസിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകാതെ അല്പസമയത്തിനുള്ളിൽ കസ്റ്റംസിന്റെ പ്രസ് മീറ്റ് നടക്കുന്നുണ്ട്. അമിത്കാളിക്കലിന്റെ വീട്ടിലാണ് ചെറിയ തോതിൽ ഒരു വാക്കുതർക്കവും കസ്റ്റംസുമായി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അതായത് അമിത്കാളിക്കലിന്റെ വീട്ടിൽ പിന്നീട് പോലീസിനടക്കം വിളിച്ചു വരുത്താൻ ഒരു സാഹചര്യമുണ്ടായി. സമൻസ് കൈപ്പറ്റാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു. അമിത്കാളിന്റെ വക്കീലിനെ വിളിച്ചിട്ട് വക്കീലിനോട് പുറത്തിറങ്ങി പോകാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നായിരുന്നു കസ്റ്റംസ് ഓഫീസർമാരുമായി ചെറിയ തോതിൽ പ്രശ്നമുണ്ടായത്. അമിത്കാളിക്കലിന്റെ 4 വാഹനങ്ങൾ, ഒരു പ്രാഡോ, ഒരു 99 മോഡൽ ലാൻഡ് ക്രൂയിസും ഒപ്പം തന്നെ സുഹൃത്തിന്റെ ഒരു ലെക്സസ് വാഹനങ്ങളായിരുന്നു ഇവിടെ പരിശോധനയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പ്രാഡോ ഇന്ത്യൻ നിർമ്മിത അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിച്ച ഇൻവോയ്സ് ഉള്ള വാഹനമാണ്. ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങിച്ച വാഹനമാണ്. ഈ ലാൻഡ് ക്രൂയിസ് റഷ്യൻ എംബസിയുടെ വാഹനമായിരുന്നു. 99 രജിസ്ട്രേഷൻ. പിന്നീട് അത് പലരിൽ നിന്നും കൈമറിഞ്ഞാണ് 5 വർഷം മുമ്പ് ഗോവയിൽ നിന്നും അമിത്കാളിക്കൽ ഈ വാഹനം വാങ്ങിയതെന്നാണ് അമിത്കാളിക്കൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അമിത്കാളിക്കലിനോട് കസ്റ്റംസ് ഓഫീസിലേക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ എല്ലാ രേഖകളും ഹാജരാക്കിയാൽ ഈ വാഹനം വിട്ടു നൽകും. ഒപ്പം തന്നെ ലെക്സസ്, അത് അമിത്കാളിക്കലിന്റെ വർക്ക്ഷോപ്പിൽ ചെറിയ അറ്റകുറ്റപ്പണികൾക്കായി ഈ സുഹൃത്ത് എത്തിച്ച വാഹനമാണ്. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷനിൽ ചെറിയ സംശയങ്ങൾ തോന്നിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ വാഹനവും കസ്റ്റഡിയിലെടുത്തത്. ഈ വാഹനത്തിന്റെയും രേഖകളടക്കം ഹാജരാക്കുകയാണെങ്കിൽ വാഹനം വിട്ടു നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുൽഖർ സൽമാനോട് ഇത്തരത്തിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്, സമൻസ് നൽകിയിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നൊരു വാഹനമാണ് പിടിച്ചെടുത്തത്. പൃഥ്വിരാജിന്റെ വീട്ടിൽ ഇത്തരത്തിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ പൃഥ്വിരാജോ അല്ലെങ്കിൽ ഈ സംശയിക്കപ്പെടുന്ന വാഹനമോ ഇല്ലായിരുന്നു. ഏതായാലും കൂടുതൽ നടന്മാരടക്കമുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ഡോക്ടർമാരടക്കമുള്ള ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ എറണാകുളത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുമെന്നത്